സ്വന്തം തോന്നലുകൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നിലപാടെടുക്കുന്നത് ശീലമാക്കിയ ട്രംപ് പലപ്പോഴും നയതന്ത്ര മര്യാദകൾ പാലിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. കുടിയേറ്റം, കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യം, ഇറക്കുമതി ചുങ്കം തുടങ്ങി പല തലങ്ങളിലും ലോകത്തിൻ്റെ വാതിലടയ്ക്കുന്ന നയമാണ് ട്രംപിൻ്റേത്. അതിനിടെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറ്റത്തെക്കുറിച്ച് പുനഃപരിശോധിക്കുമെന്ന് ട്രംപ് വെളിപ്പെടുത്തി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലും മുന്നേറാനാകാതെ പതറിനിന്ന സന്ദർഭത്തിൽ ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും പുറത്തെടുത്ത തീവ്ര വലതുപക്ഷ തുറുപ്പുകാർഡായിരുന്നു അനധികൃത കുടിയേറ്റം തടയുമെന്നുള്ള വാഗ്ദാനം. ജനങ്ങളുടെ ഇടയിൽ വന്ന സ്വീകാര്യത കിട്ടിയപ്പോൾ പിന്നീടുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് റാലിയിലും ട്രംപ് ഇതേ ആവശ്യം ശക്തമായി ഉന്നയിച്ചു. അതുകൊണ്ടുതന്നെ അനധികൃത കുടിയേറ്റം തടയുന്നതിനായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ട്രംപ് പ്രാധാന്യം നൽകിയത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ യുഎസിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിന്റെ ഒഴുക്ക് ശക്തമായ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. രാജ്യത്തിനുള്ളിൽ അനധികൃതമായി തങ്ങുന്നവരെയും കണ്ടെത്തി ഉടനടി മടക്കി അയക്കുമെന്ന് വ്യക്തമാക്കി. ആദ്യ പ്രസിഡൻസി ഭരണത്തിലും ട്രംപ് മെക്സിക്കൻ അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. മെക്സിക്കൻ അതിർത്തി വഴിയുള്ള അഭയാർത്ഥി പ്രവാഹം തടയുന്നതിനായി വൻതുക ചെലവാക്കി മതിലും പണിതിരുന്നു. അതിർത്തികൾ അടച്ച് നിയമവിരുദ്ധമായ കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയാൻ 30 ദിവസത്തിനുള്ളിൽ പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ ട്രംപ് പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെ മെക്സിക്കൻ അതിർത്തിയിലേക്ക് അധികമായി 1500 സൈനികരെ കൂടി അയച്ചു. 2200 സൈനികർക്കും 1000-ലേറെ നാഷണൽ ഗാർഡുകൾക്ക് പുറമെയാണ് പുതിയ സംഘം. 10,000 സൈനികരെ അതിർത്തിയിൽ വിന്യസിച്ച് കുടിയേറ്റം കർശനമായി തടയാനാണ് പദ്ധതിയെന്ന് റോയിട്ടേഴ്സ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ തന്നെ അതിർത്തിയിൽ 5000-ലേറെ അനധികൃത കുടിയേറ്റക്കാർ യുഎസ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സൈന്യത്തിന്റെ സഹായത്തോടെ അവരെ ഉടൻ തിരിച്ചയക്കുമെന്ന് ആക്ടിംഗ് പ്രതിരോധ സെക്രട്ടറി റോബർട്ട് സെയിൽസസ് പറഞ്ഞു. കുടിയേറ്റത്തിനെതിരെയുള്ള നിയമങ്ങൾ കർശനമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുന്ന സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും അവർക്കെതിരെ അന്വേഷണം നടത്താനും ഫെഡറൽ പ്രോസിക്യൂട്ടർമാർക്ക് ട്രംപ് നിർദ്ദേശം നൽകി. യുഎസിൽ നിന്ന് കൂട്ട അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മെക്സിക്കോയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ താൽക്കാലിക ഷെൽട്ടറുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാരെയും മെക്സിക്കൻ അതിർത്തി വഴി പുറത്താക്കുമെന്നാണ് യുഎസ് അധികൃതർ പറയുന്നത്. ഇതിനിടെ കുടിയേറ്റ വിരുദ്ധ നയത്തിനെതിരെ മെക്സിക്കോ മുൻകൈയെടുത്ത് 10 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും കരീബിയൻ രാജ്യങ്ങളും വെവ്വേറെ യോഗം ചേർന്ന് മാനുഷിക പരിഗണനയോടെ പ്രശ്നത്തെ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കാൻ തീരുമാനിച്ചു. യുഎസിലേക്ക് ഒഴുകുന്ന മയക്കുമരുന്ന് മെക്സിക്കൻ അതിർത്തി വഴിയാണെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം. മയക്കുമരുന്ന് മാഫിയകളെ ഭീകരവാദ സംഘടനകളായും രണ്ടാം വരവിൽ ട്രംപ് പ്രഖ്യാപിച്ചു. മയക്കുമരുന്ന് മാഫിയയെ കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന മാറ്റം ലാറ്റിൻ അമേരിക്കയിലെ അമേരിക്കൻ ഇടപെടലിന്റെ രീതികൾ തന്നെ മാറ്റിയേക്കാം. അവിടങ്ങളിൽ നേരിട്ടോ രഹസ്യമായോ യുഎസ് സൈനിക ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതുപോലെ ആദ്യ പ്രസിഡൻസി കാലത്ത് ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന യാത്രാ നിരോധനവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രയ്ക്കാണ് വിലക്കുള്ളത്. ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്കയാക്കി മാറ്റുന്നതാണ് ട്രംപിന്റെ മറ്റൊരു ഉത്തരവ്. മുൻപും ഇതേക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ആവശ്യത്തിനെതിരെ രംഗത്തെത്തിയ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൌഡിയ ഷെയ്ൻബോം അങ്ങനെയാണെങ്കിൽ നോർത്ത് അമേരിക്കയെ മെക്സിക്കൻ അമേരിക്ക എന്നാക്കുന്നതല്ലേ കൂടുതൽ ഉചിതമെന്ന് പറഞ്ഞു. മെക്സിക്കൻ ഉൾക്കടലിനെ നിയന്ത്രിക്കുന്നത് നിലവിൽ മയക്കുമരുന്ന് കാർട്ടലുകളാണെന്നാണ് ട്രംപിന്റെ വാദം. ഇത് അവസാനിപ്പിച്ച് യുഎസ് അതിർത്തികൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അമേരിക്കൻ പരമാധികാരം ഊട്ടിയുറപ്പിക്കുക എന്നതും ട്രംപിന്റെ ലക്ഷ്യമായി കണക്കാക്കുന്നവരും ഉണ്ട്. മാത്രവുമല്ല, ഈ നീക്കത്തിന് പിന്നിൽ സാമ്പത്തികമായ നേട്ടങ്ങളും ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അമേരിക്കയുടെ സമുദ്രയണ ഖനനത്തിന്റെ നല്ലൊരു പങ്കും മെക്സിക്കൻ ഉൾക്കടലിലൂടെയാണ് നടക്കുന്നത്. ഈ മേഖലയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ട്രംപിന്റെ നീക്കത്തിന് മറയാണ് മയക്കുമരുന്ന് മാഫിയകളെ അമർച്ച ചെയ്യുന്നതിന്റെ പേരിൽ നടക്കുന്നതെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. അതേസമയം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേരുമാറ്റം യുഎസിനുള്ളിൽ നടക്കുമെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പേരുമാറ്റം എളുപ്പമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ബ്യൂറോ പോലുള്ള ആഗോള സംഘടനകളാണ് സാധാരണ സമുദ്രങ്ങളുടെ പേരുമാറ്റത്തിന് അവസാന തീർപ്പ് കൽപ്പിക്കുന്നത്. വ്യക്തമായ കാരണങ്ങളില്ലെങ്കിൽ പേരുമാറ്റത്തെ ബോർഡ് നിരുത്സാഹപ്പെടുത്തും. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട പേര് ഏകപക്ഷീയമായി തിരുത്താൻ ശ്രമിച്ചാൽ മെക്സിക്കോ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളുമായി നയതന്ത്ര സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുമായുള്ള യുഎസിന്റെ ബന്ധം അവസാനിപ്പിക്കുവാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത്. ചൈന നിയന്ത്രിച്ചു പോന്ന ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കാനും സാമ്പത്തിക സഹായം റദ്ദാക്കാനുമാണ് ട്രംപിന്റെ തീരുമാനം.
കോവിഡ് കാലത്ത് ചൈനയോട് പക്ഷപാതിത്വം WHO കാണിച്ചു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. WHOയിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള തീരുമാനം ലോകത്തെ മൊത്തം ആരോഗ്യമേഖലയിൽ തിരിച്ചടി ഉണ്ടാകുന്നതിനൊപ്പം യുഎസിലും ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആകെ ബജറ്റിൽ 18% യുഎസിന്റെ സംഭാവനയാണ്. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഫണ്ടിന്റെ 50% യുഎസ് ആണ് നൽകുന്നത്. മാത്രവുമല്ല, WHO ചേർന്ന് പല പദ്ധതികളിലും അമേരിക്കയുടെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രവർത്തിക്കുന്നു. യുഎസിന്റെ പിന്മാറ്റത്തോടെ പല ദരിദ്ര രാജ്യങ്ങളിലെ വാക്സിനേഷനുകൾക്ക് നേതൃത്വം നൽകുന്ന WHO പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിയിരുന്ന യുഎസ് പിന്മാറിയതോടെ പ്രതിസന്ധിയിലായ സംഘടന കടുത്ത പ്രതിസന്ധിയിലായി. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെ നിയമനം കുറയ്ക്കുവാനും യാത്രാ ചെലവ് വെട്ടിച്ചുരുക്കുവാനും സംഘടന തീരുമാനിച്ചു. അതിനിടെ വിദേശ സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു. അടിയന്തര ഭക്ഷണത്തിനും സൈനിക സഹായത്തിനും ഇസ്രായേലിനും ഈജിപ്തിനും നൽകുന്ന സഹായം ഒഴിച്ചുള്ള മറ്റ് വിദേശ സഹായങ്ങളാണ് അമേരിക്ക അവസാനിപ്പിക്കുന്നത്. അധികാരത്തിലേറിയാൽ ദിവസങ്ങൾക്കകം എല്ലാ യുദ്ധങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നും യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത ലോകമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ഗാസ വെടിനിർത്തലിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കരാർ എത്രകാലം നീണ്ടുനിൽക്കുമെന്ന് ഉറപ്പില്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇത് ഞങ്ങൾ ഇടപെടേണ്ട യുദ്ധമല്ല എന്നായിരുന്നു ട്രംപ് ഗാസ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഗാസയുടെ പുനർനിർമ്മാണത്തിലടക്കം സഹായത്തിന് ഒരുക്കമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ബന്ദികളുടെ കൈമാറ്റം 3 ഘട്ടവും ഭംഗിയായി നടക്കുമെന്ന് തനിക്ക് വിശ്വാസമില്ലെന്ന് ട്രംപ് വെളിപ്പെടുത്തിയത് ആശങ്കയോടെയാണ് പശ്ചിമേഷ്യ കാണുന്നത്. യുദ്ധം കാരണം സമ്പൂർണ്ണമായി തകർന്ന ഗാസയെ പുനർനിർമ്മിക്കാൻ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. യുദ്ധത്തിന് ശേഷം ഗാസ ആര് ഭരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് ഹമാസ് ആയിരിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. മാത്രമല്ല, ട്രംപിന്റെ ധൈര്യത്തിൽ ഇസ്രായേൽ കൂടുതൽ ആക്രമണോത്സുകമായ നിലപാടുകൾ സ്വീകരിക്കാനിടയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തലിന്റെ 1ാം ഘട്ടം കഴിഞ്ഞാൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തനിക്ക് ഉറപ്പു നൽകിയതായി ഇസ്രായേൽ വിദേശമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ബെസൽ സ്മോട്രിച്ച് പറഞ്ഞതും കൂടി ചേർത്തു വായിച്ചാൽ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ ശാന്തത താൽക്കാലികം മാത്രമാണെന്ന് പറയേണ്ടിവരും. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇറാന്റെ സായുധ നിഴൽ സംഘടനയായ യമനിലെ ഹൂതി വിമതരെ വിദേശ ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തി. ആദ്യ ഭരണത്തിലും ഹൂതികളെ ഭീകര പട്ടികയിൽപ്പെടുത്തി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങൾ ട്രംപ് തടഞ്ഞിരുന്നു. യമനിലെ മാനുഷിക സാഹചര്യങ്ങൾ പരിഗണിച്ച് ജോ ബൈഡൻ ഭരണകൂടം അത് റദ്ദാക്കുകയായിരുന്നു. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വിരാമമാകുമെന്നാണ് സൂചനകൾ. യുക്രൈൻ വിഷയത്തിൽ ട്രംപിനെ നേരിൽ കാണാനും പരസ്പര ബഹുമാനത്തോടെയുള്ള സംഭാഷണത്തിനും തയ്യാറാണെന്ന നിലപാടിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ട്രംപ് ബുദ്ധിമാനും പ്രായോഗികമായ തീരുമാനമെടുക്കുന്ന ആളാണെന്നുമാണ് ടെലിവിഷൻ അഭിസംബോധനയിൽ പുടിൻ വ്യക്തമാക്കിയത്. 2022 ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു യുഎസ് ഭരിച്ചിരുന്നു എങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ലെന്നുകൂടി ട്രംപിനെ പുകഴ്ത്തി വ്ളാഡിമിർ പുടിൻ. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉയർന്ന നികുതിയും ഉപരോധവും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടു തന്നെയാണ് വ്യാപാരത്തിലും വിദേശ നയത്തിലും ട്രംപ് 2ാം വരവിലും ഇടപെടുന്നത്. അമേരിക്കയ്ക്ക് ഗുണമുണ്ടാക്കാത്ത സാമ്പത്തിക സഹായങ്ങൾ അവസാനിപ്പിക്കും. വലിയ തോതിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലാളികളുടെ വേതന വർധനയ്ക്കും തന്റെ ആദ്യ ഭരണത്തിലെ നയങ്ങൾ സഹായിച്ചുവെന്നും അതെല്ലാം തുടരുമെന്നും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിലുണ്ട്. അമേരിക്കയിലെ ഉത്പാദന മേഖലയുടെ താൽപര്യം മാത്രം കണക്കിലെടുത്ത് കയറ്റിറക്കുമതി നിരക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തും. ബഹുകക്ഷി കരാറുകൾക്ക് പകരം ഓരോ രാജ്യവുമായും ഉത്പാദന മേഖലകൾ തിരിച്ചുമുള്ള കരാറുകൾക്കും താൽപര്യം കൊടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. തന്റെ സ്വാർത്ഥ നേട്ടത്തിന് മാത്രം പ്രഥമ പരിഗണന നൽകുന്ന ഭരണാധികാരിയായും തന്റെ താൽപര്യത്തിന് മാത്രം മുൻഗണന നൽകുന്ന അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാനാകാത്ത ഭരണാധികാരിയുമാണ് ട്രംപ് എന്നാണ് ഈ വിശേഷണത്തിലൂടെ അവർ വ്യക്തമാക്കുന്നത്. ഈ സ്വഭാവ വിശേഷണങ്ങളോടൊപ്പം പാർലമെന്റിന്റെ 2 സഭകളിലും ശക്തമായ ഭൂരിപക്ഷവും ഉള്ളപ്പോൾ ഡൊണാൾഡ് ട്രംപ് മാറ്റിവരയ്ക്കുന്ന ലോകഭൂപടം എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം.